നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കലിൽ സർക്കാരിന് തിരിച്ചടിയുണ്ടായതോടുകൂടി മുഖ്യമന്ത്രിക്കും CPM-നും നഷ്ടമായത് കോടികളുടെ കച്ചവടമാണ്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി നിശ്ചയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നത് ഹൈക്കോടതി നിരീക്ഷിച്ചു. ആകെ 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനായിരുന്നു തീരുമാനം. ഇതിനുള്ള വിജ്ഞാപനമായിരുന്നു ഇറക്കിയത്. ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി ഒരു പുതിയ വിമാനത്താവളം നിർമ്മിക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിലെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഈ നടപടി ചോദ്യം ചെയ്ത് ഈ ഗോപ്സ്റ്റർ ഏഷ്യൻ എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജിയിലാണ് ഹൈക്കോടതി ജസ്റ്റിസ് ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നടപടി. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ കീഴിലാണ് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് അനുസരിച്ച് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളങ്ങൾക്ക് പോലും 2200 ഏക്കർ മതിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഇത്രയും അധികം ഭൂമി എന്തിനാണ് ഏറ്റെടുക്കുന്നത് എന്നും കോടതി ചോദിച്ചു. ഇത്രയും ഭൂമി എന്തിനാണ് ഏറ്റെടുക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതിൽ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് യൂണിറ്റും എക്സ്പോർട്ട് കമ്മിറ്റിയും സർക്കാരും പരാജയപ്പെട്ടു എന്ന് ഉത്തരവിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഭാവി വികസനത്തിനായി ഇത്രയും ഭൂമി വേണമെന്ന സർക്കാരിന്റെ വാദവും കോടതി തള്ളി. എന്തൊക്കെ വികസനമാണ് ഉദ്ദേശിക്കുന്നത് എന്നോ അതിന് എത്ര ഭൂമി വേണമെന്നോ റിപ്പോർട്ടുകൾ കൃത്യമായി പറഞ്ഞിട്ടില്ല. തുടർന്ന് പുതിയ സാമൂഹിക ആഘാത പഠനത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി കണ്ടെത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ 2570 ഏക്കർ ഭൂമി ഏറ്റെടുത്തത്? ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹന്നാൻ എന്ന KP യോഹന്നാൻ US-ലെ ടെക്സാസിൽ വെച്ച് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചപ്പോൾ പിണറായി വിജയന്റെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ എന്താവും എന്ന സംശയം ഉയർന്നിരുന്നു. സമീപകാലത്ത് നടന്ന അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ചെറുവള്ളി എസ്റ്റേറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ സ്വപ്ന സുരേഷ് വിവാദത്തിൽ പ്രതിയായ ഈ ഷാജ് കിരൺ KP യോഹന്നാനെ വിശേഷിപ്പിച്ചത് പിണറായിയുടെ ബിനാമി എന്നാണ്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ടെക്സാസിലെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസാണ് സാധാരണഗതിയിൽ ഈ പ്രഭാത സവാരിക്കായി അദ്ദേഹം തിരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ അപകടമുണ്ടായ ദിവസം പ്രഭാത സവാരിക്കായി ക്യാമ്പസിൽ പുറത്തേക്കാണ് പോയത്. ഇതിന് 4 ദിവസം മുമ്പാണ് അദ്ദേഹം അമേരിക്കയിലെത്തിയതും. തിരുവല്ലയ്ക്കടുത്ത് നിരണത്ത് 1950-ലാണ് ജനനം. കാപ്പലാരിയിൽ പുന്നൂസ് യോഹന്നാൻ എന്നാണ് മുഴുവൻ പേര്. കുടുംബം മാർത്തോമ വിശ്വാസികളായിരുന്നു. കുട്ടിക്കാലത്ത് കുടുംബ തൊഴിലായി താറാവ് കൃഷി നടത്തി. കൗമാരത്തിൽ ബൈബിൾ പ്രഭാഷണത്തിലേക്ക് തിരിഞ്ഞതാണ് ജീവിതം മാറ്റിമറിച്ചത്. ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ 16-ാം വയസ്സിൽ അംഗത്വമെടുത്തു. WA ക്രിസ്വെൽ എന്ന അമേരിക്കക്കാരനെ പരിചയപ്പെട്ടു. ആ സൗഹൃദം ജീവിതം മാറ്റിമറിച്ചു. പുതിയ സൗഹൃദത്തിനൊപ്പം അമേരിക്കയിലേക്ക് പോയ യോഹന്നാൻ അവിടെ വെച്ചാണ് വൈദിക പഠനം നടത്തിയത്. സംഘടനാ പ്രവർത്തനത്തിലൂടെ പരിചയപ്പെട്ട ജർമ്മൻ സ്വദേശിനിയായ ഗിസല്ലയെ ജീവിത പങ്കാളിയുമാക്കി. 1978 ഭാര്യയുമായി ചേർന്ന ഈ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടനയ്ക്ക് അമേരിക്കയിലെ ടെക്സാസിൽ തുടക്കമിട്ടു. 1983 സംഘടനയുടെ ആസ്ഥാനം തിരുവല്ല മാഞ്ഞാടിയിൽ സ്ഥാപിച്ചു. ആത്മീയയാത്ര എന്ന റേഡിയോ പരിപാടിയിലൂടെ വ്യത്യസ്ത ശൈലിയിലുള്ള സുവിശേഷത്തിലൂടെ അനുയായികളെ കൂട്ടി. പിന്നീട് ഞൊടിയിടയിലുള്ള വളർച്ചയുടെ കാലം. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് തുടക്കം കുറിച്ചു. യോഹന്നാന് അനുയായികളും ആസ്തിയും ഒരുപോലെ കൂടി. 2003 ബിലീവേഴ്സ് ചർച്ച് എപ്പിസ്കോപ്പൽ സഭയായി മാറി. സഭയുടെ ബിഷപ്പായി സ്വയം പ്രഖ്യാപനം. KP യോഹന്നാൻ എന്ന പേരുപേക്ഷിച്ച് മാർ അത്തനേഷ്യസ് യോഹന്നാൻ മെത്രാപൊലീത്ത പ്രഥമനായി. ഇതോടെ മെത്രാഭിഷേകം വ്യാജമെന്ന് ആരോപിച്ച മറ്റ് സഭകൾ രംഗത്തെത്തി. മെത്രാഭിഷേകം നടത്തിയ CSI സഭ മോഡറേറ്റർ ബിഷപ്പ് KJ സാമുവലിന്റെ രാജിയിലേക്കാണ് തുടർന്നുള്ള വിവാദങ്ങൾ നയിച്ചത്. ഈ കോലാഹലങ്ങൾ പക്ഷേ യോഹന്നാനെ ബാധിച്ചതേയില്ല. ബിലീവേഴ്സ് ചർച്ച് പടർന്നു പന്തലിച്ചുകൊണ്ടേയിരുന്നു. വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശത്തും ശാഖകൾ, 30ഓളം ഷിപ്പുകൾ, 10ഓളം രാജ്യങ്ങളിലായി 35 ലക്ഷത്തോളം വിശ്വാസികൾ ഉണ്ടെന്നാണ് അവകാശവാദം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജ് തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങൾ സഭയുടെ കീഴിലുണ്ട്. റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള പല മേഖലകളിലും വൻ നിക്ഷേപം. ഗോസ്പൽ ഏഷ്യയുടെ പേരിൽ വിവിധ സ്ഥലങ്ങളിലായി ഔദ്യോഗികമായുള്ള 7000 ഏക്കറിലധികം ഭൂമി. ശബരിമല വിമാനത്താവളത്തിനായി ഏറ്റെടുത്തതിലൂടെ വിവാദമായ ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കർ ഇതിലൊന്നാണ്. സംസ്ഥാനത്ത് മാത്രം 20,000 ഏക്കറിൽ അധികം ഭൂമി വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ യോഹന്നാൻ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. ഒട്ടേറെ പരാതികളും കേസുകളും ബിലീവേഴ്സ് ചർച്ചിനും ഈ ഗോസ്പൽ ഏഷ്യയ്ക്കുമെതിരെ ഉയർന്നു. വിദേശ സഹായം സ്വീകരിക്കുന്നതിനെ കുറിച്ചായിരുന്നു കൂടുതൽ
കൂടുതൽ ആരോപണങ്ങൾ. ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകിയ കോടികൾ ദുരുപയോഗം ചെയ്തെന്ന പേരിൽ അമേരിക്കയിലും കേസുകളുണ്ട്. 37 ദശലക്ഷം ഡോളർ നൽകി ഈ കേസുകൾ യോഹന്നാൻ ഒത്തുതീർപ്പാക്കി. യോഹന്നാന്റെ സ്ഥാപനങ്ങൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്ന് 2012 പരാതി ഉയർന്നു. 1900 മുതൽ 2011 വരെ 48 രാജ്യങ്ങളിൽ നിന്ന് 1544 കോടി രൂപ വഴിവിട്ട് സ്വീകരിച്ചെന്നായിരുന്നു ആരോപണം. എന്നാൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. പക്ഷേ 2020 മറ്റൊരു പരാതിയിൽ യോഹന്നാനും സ്ഥാപനങ്ങൾക്കുമെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മിഷണറി പ്രവർത്തനത്തിന് വിദേശത്ത് നിന്ന് കോടികൾ വാങ്ങി സ്വന്തം ആസ്തി വികസനത്തിന് ഉപയോഗിച്ചെന്നായിരുന്നു പരാതി. ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ആദായ നികുതി റെയ്ഡ് നടത്തി 14.5 കോടി രൂപ പിടിച്ചെടുത്തു. അന്വേഷണം ഇപ്പോഴും തുടരുന്നു. ഇതിനിടയിലാണ് ഭൂമി കച്ചവടം നടന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ് 2013 കേന്ദ്ര ഭൂമി ഏറ്റെടുക്കൽ, ലാൻഡ് അക്വിസിഷൻ, റീഹാബിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് നിയമപ്രകാരം ഏറ്റെടുക്കുമെന്ന് മുമ്പ് റവന്യൂ വകുപ്പ്, വ്യോമയാന ചുമതലയുള്ള ഗതാഗത വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 പ്രകാരം ഭൂമി സർക്കാരിന്റേതായിരിക്കെ ഭൂമി വില കൊടുത്ത് വാങ്ങാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. 2263 ഏക്കർ ഭൂമി വില കൊടുത്ത് വാങ്ങാനുള്ള തീരുമാനം ഹാരിസൺ ഉൾപ്പെടെയുള്ള തോട്ട മുതലാളിമാരുടെ ഭരണഘടനാ ലംഘനത്തിനും നിയമവിരുദ്ധമായ ഭൂമി കൈമാറ്റത്തിനും കൂട്ടുനിൽക്കുന്നതാണ് എന്ന ആരോപണം ശക്തമാണ്. തോട്ടം ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന കേസുകളിൽ സുപ്രീം കോടതിയിൽ അടക്കം സർക്കാരിന് തിരിച്ചടി നേരിട്ടിരുന്നു. എന്നാൽ ഓരോ ഭൂമിയുടെയും തർക്കം പരിഹരിക്കുന്നതിന് സിവിൽ കോടതികളെ സമീപിക്കാം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് 2020 സംസ്ഥാനത്തൊട്ടാകെ വിവിധ കോടതികളിലായി 8 കേസുകളാണ് സർക്കാർ അതത് ജില്ലാ കളക്ടർമാർ വഴി കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന ഭൂമിയാണ് ചെറുവള്ളിയും. 2005 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഹാരിസൺ മലയാളം കൈവശം വെച്ചിരുന്ന ചെറുവള്ളിയിലെ 2263 ഏക്കർ ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് വിറ്റത്. ഇത് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കി. വ്യാജരേഖയുണ്ടാക്കിയാണ് ഭൂമി വിറ്റത് എന്ന് വിജിലൻസ് DYSP ആയിരുന്ന നന്ദൻ പിള്ള അന്വേഷണത്തിൽ കണ്ടെത്തുകയും ഹാരിസണിന് ഭൂമി കൈമാറ്റം ചെയ്യാൻ അവകാശമില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 2008 തഹസിൽദാർ പോക്കുവരവ് റദ്ദ് ചെയ്തു. പിന്നീട് രാജമാണിക്യം കമ്മീഷനും വിൽപ്പന നിയമം വിരുദ്ധമാണ് എന്ന് ഭൂമി ഏറ്റെടുക്കണമെന്നും വ്യക്തമാക്കി. ഭൂമി ഒഴിയണമെന്ന നോട്ടീസ് നൽകിയതിന് പിന്നാലെ ബിലീവേഴ്സ് ചർച്ച് ഹൈക്കോടതിയിൽ കേസ് സമർപ്പിച്ചു. ഉടമസ്ഥ അവകാശം സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ അത് സിവിൽ കോടതിയിൽ പരിഹരിക്കണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി കരമടയ്ക്കുന്നതിനും മരം മുറിക്കുന്നതിനും തോട്ടമുടമകൾക്ക് അനുമതി നൽകി. എന്നാൽ സിവിൽ കേസ് വിധി അനുസരിച്ചായിരിക്കും പിന്നീട് കരമടയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നും കോടതി പ്രത്യേകം നിർദ്ദേശിച്ചു. ഭൂമി സർക്കാരിന്റേതാണ് എന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും നിയമവിരുദ്ധമായി കൈവശം വെച്ചിരുന്ന ഭൂമി നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യുന്നതിന് ഹാരിസൺസിനും ബിലീവേഴ്സ് ചർച്ചിനുമെതിരെ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കാമെന്നിരിക്കെ സർക്കാർ അവരുടെ കൈവശമുള്ള ഭൂമി ഏറ്റെടുക്കാൻ ശ്രമം തുടങ്ങുന്നതിൽ പലരും സംശയം ഉന്നയിക്കുകയും ചെയ്തു. ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നതിന് കോടതിയിൽ നഷ്ടപരിഹാര തുക കെട്ടിവെക്കാനുള്ള തീരുമാനം 2019 സർക്കാർ എടുക്കുമ്പോൾ അന്ന് ഒരു കോടതികളിലും കേസ് നിലവിൽ ഉണ്ടായിരുന്നില്ല. ഭൂമിയുടെ അവകാശം സ്ഥാപിക്കാനായി സിവിൽ കേസുകൾ പോവും എന്ന തീരുമാനത്തിനപ്പുറം ഹർജികൾ ഫയൽ ചെയ്തിരുന്നില്ല. 2018 ഏപ്രിൽ 11 ഭൂമിയുടെ ഉടമസ്ഥ തീരുമാനിക്കാൻ സർക്കാരിന് സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് കോടതി വിധിച്ചത്. ഹാരിസൺ കൈവശം വെച്ചിരിക്കുന്നതും കൈമാറ്റം ചെയ്തതുമായ 38,000 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവായിരുന്നു അത്. ബിലീവേഴ്സ് ചർച്ച് വഴി മുഖ്യമന്ത്രിയും കോടിയേരിയും അമേരിക്കയിലേക്ക് പണം എത്തിച്ചെന്ന ഗുരുതര ആരോപണം പുറത്തുവന്ന ഓഡിയോയിലുണ്ട്. ഷാജ് കിരണിന്റെ ആരോപണത്തിൽ ബിലീവേഴ്സ് ചർച്ച് അധികൃതർ ഇന്ന് പരാതി നൽകിയില്ല. താൻ ഫോൺ വഴി ADGPയുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് ഷാജ് കിരൺ സമ്മതിച്ചിട്ടുമുണ്ട്. ഇക്കാര്യം വ്യക്തമായതോടുകൂടി ADGP അജിത് കുമാറിനെ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് സർക്കാർ നീക്കുകയും ചെയ്തു. വിവാദങ്ങൾ എന്തുതന്നെയായാലും യോഹന്നാൻ കൈവശം വെച്ച സർക്കാർ ഭൂമി കോടികൾ നൽകി കൈപ്പറ്റാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചത്. കൂടാതെ യോഹന്നാൻ ഉന്നതരുടെ ബിനാമിയാണെന്ന ആരോപണവും നിലവിലുണ്ട്. ഏതായാലും ഹൈക്കോടതി ഉത്തരവ് പുതിയ സംശയങ്ങൾക്കാണ് കാരണമായി തീരുന്നത്.